റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ എമ്പുരാൻ്റെ ഏതാണ്ട് 9 ദിവസത്തെ കളക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ ഒരു കളക്ഷൻ പുറത്തു വിട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 9 ദിവസത്തെ കളക്ഷൻ. ഇന്ന് എനിക്ക് ആ സിനിമ ഇറങ്ങിയിട്ട് 10ാമത്തെ ദിവസവും മറ്റുമാണ്. അപ്പോൾ ഈ 9 ദിവസത്തെ കളക്ഷൻ പുറത്തു വിടുന്ന സമയത്ത് 241 കോടിയാണ്. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അതിനൊരു 250 കോടി എന്നൊക്കെ പറഞ്ഞ് രാവിലെ മുതൽ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടു. പക്ഷേ 250 കോടിയൊന്നും ആയിട്ടില്ല. സാഗ്നിൽക്ക് പുറത്തു വിട്ടിരിക്കുന്ന കളക്ഷൻ അനുസരിച്ച് 241.5 കോടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ കൂടിയ മെനഞ്ഞാന്നൊരു 8 കോടി എങ്ങാണ്ട കൂടി, അത് 8 കോടി കൂടി, പിന്നെ ഒരു 6 കോടി കൂടി, ഇപ്പോൾ 5.5 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് ഒരു നല്ല വിജയത്തിലേക്ക് പോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയണമെന്ന് വിചാരിച്ച്. അത് നമ്മുടെ ഒരു സുഹൃത്തിന് ഞാനൊരു വീഡിയോ ചെയ്യുന്നതിനിടയിൽ കൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു സ്റ്റാർ വാല്യൂവിൻ്റെ കാര്യം. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞതിനൊരു മറുപടിയായിട്ട്, ഞാൻ പറഞ്ഞതിന് മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ മമ്മൂക്കയ്ക്ക് ലാലേട്ടനെക്കാട്ടിലും സ്റ്റാർ വാല്യൂ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് അപ്പോൾ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ആൾക്കാർ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് അദ്ദേഹം ചെയ്ത സമയത്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ പല വീഡിയോകളും കാണാറില്ല. ആരെങ്കിലും ഒരു ലിങ്ക് അയച്ചു തരുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ആ ലിങ്ക് അയച്ചു തന്നത് എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിട്ടുള്ള ഒരു ലാലേട്ടൻ ഫാനാണ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത്. അദ്ദേഹം ലാലേട്ടൻ ഫാനാണെങ്കിലും അദ്ദേഹം എന്നോട് അല്പം സ്നേഹമുണ്ട്. അപ്പോൾ അത് എനിക്കൊന്ന് അയച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലിങ്ക്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഉണ്ട്, നന്നായിട്ട് അദ്ദേഹം ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഈ സ്റ്റാർ വാല്യൂ പറഞ്ഞാൽ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ അങ്ങനെയല്ലേ ഇങ്ങനെയുള്ള ശരിയാണ്, അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡാണെന്നൊക്കെയാണ് ലാലേട്ടൻ്റെ ആരാധകർ പറയുന്നത്. എൽ ബ്രാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്, മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ്. പക്ഷെ ഞാൻ നോക്കുമ്പം ഈ ബ്രാൻഡൊക്കെ എന്നൊക്കെ പറയും, നമ്മളിപ്പോൾ ഒരാളെ എൽ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വലിയൊരു സ്റ്റാർ വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റാർഡം എന്നൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പം മലയാളത്തിൻ്റെ പുറത്ത് ഈ ലാലേട്ടൻ പോയിട്ട്, മലയാളത്തിൻ്റെ പുറത്ത് ലാലേട്ടൻ സത്യത്തിൽ ആരാണ്? എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഷയിലെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുള്ള ഒരു സിനിമ വിജയിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു നായകനായിട്ട് അദ്ദേഹത്തിനെ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഭാഷക്കാർ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പം ഒരു തെലുങ്കിലോ ഒരു തമിഴിലോ ഒരു ഹിന്ദിയിലോ ഏതെങ്കിലും ഒരു ഭാഷ, മലയാളം വിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഷയിൽ അദ്ദേഹത്തിന് ഒരു വിജയം വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഷകളിൽ തിളങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു നായകന്മാരോടൊപ്പം, ഇപ്പോൾ വിജയരോടൊപ്പം ജില്ലയ്ക്കകത്ത് ജൂനിയർ NTRനോടൊപ്പം ഒരു ജനതാ ഗാരേജ് എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സൂര്യയോടൊപ്പം തമിഴിൽ കാപ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഇങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ ബ്രാൻഡ് നമ്മൾ ഈ അഭിമാനത്തോടു കൂടി എടുത്തുയർത്തി കാണിക്കുന്ന, നമ്മളല്ല ചില ആൾക്കാർ എടുത്തുയർത്തി കാണിക്കുന്ന ആ ബ്രാൻഡിന് മലയാളത്തിന് പുറത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, മലയാളത്തിൻ്റെ പുറത്തൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഒരു വലിയൊരു ബ്രാൻഡാണ്, വലിയൊരു സ്റ്റാറാണ്, ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടെന്നൊക്കെ എങ്ങനെ പറയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക്, ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല സത്യത്തിൽ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് ഒരാളൊരു കാര്യം പറയുമ്പം അതിന് ഞാൻ ഏത് സാഹചര്യത്തിലാണ് ഞാനത് പറയാൻ, അതായത് ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. പക്ഷേ അദ്ദേഹം അത് ഞാൻ പറഞ്ഞ കണക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തുള്ള ചോദ്യങ്ങളായിരുന്നു എന്നോടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയുക, അല്ലാതെ ലാലേട്ടനെ ഇപ്പോൾ ഒരു തരത്തിലുള്ള ഇൻസൾട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിനെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥപ്പെടുത്തണമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്യുന്നതല്ല. എൻ്റെ ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ സ്റ്റാറായിട്ട് കാണാത്ത, ഒരു സ്റ്റാർ വാല്യൂ അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കാത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പിന്നെ ഞാൻ നോക്കുമ്പം ലാലേട്ടൻ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡാണ്. ലാലേട്ടൻ്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് ഏതാണ്ട് 15 കോടിയോ 20 കോടിയോ 25 കോടിയോ 30 കോടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതായത് ആരെങ്കിലും എവിടെങ്കിലും ഒരെണ്ണം എഴുതി പിടിപ്പിക്കുമ്പം വാർത്തകൾക്ക് കാത്തിരിക്കുന്ന ഓൺലൈൻ മീഡിയാസ് അത് എടുത്തങ്ങ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ വലിയൊരു പ്രതിഫലമാണെന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ ആ വീഡിയോ ചെയ്തിരിക്കുന്ന യൂട്യൂബർ അതിനകത്ത് പറയുന്നത്, ലാലേട്ടൻ്റെ സിനിമകൾ, ലാലേട്ടനെ നായകനാക്കിയിട്ട് നിർമ്മാതാക്കൾ എത്ര കോടി മുടക്കിയിട്ട് വേണമെങ്കിലും പടമെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറേ സിനിമകൾ ഇങ്ങോട്ട് നോക്കുമ്പോഴേ, ഈ ലാലേട്ടൻ്റെ സിനിമകൾ, ഒട്ടുമിക്ക സിനിമകൾ നിർമ്മിച്ചതെല്ലാം ആൻ്റണി പെരുമ്പാവൂര. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നൊരു മലൈക്കോട്ടെ വാലിബൻ എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഷിബു ബേബിജോൺ ഒരു സിനിമ നിർമ്മിച്ച്, അപ്പോൾ ഈ പറയുന്ന 25 കോടി 30 കോടിയൊക്കെ സുഹൃത്തായ ഷിബു ബേബിജോൺ ലാലേട്ടനെ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ രജപുത്ര രഞ്ജിത്തിൻ്റെ ഒരു തുടരും എന്ന് പറയുന്ന സിനിമയാണ്, ഒരു കുടുംബകഥയൊക്കെ ആ രീതിയിൽ പറയുന്ന, അല്ലെങ്കിൽ ഒരു ദൃശ്യം മോഡലൊക്കെ തന്നെ ആയിക്കോട്ടെ,
അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ലാലേട്ടന് 15-20-25 കോടിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ മറ്റേത് നിർമ്മാതാക്കളാണ് ലാലേട്ടനെ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ നായകനാക്കി പടം എടുത്തതെന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കഴിഞ്ഞ കുറേ സിനിമകൾ ഇങ്ങോട്ട് നോക്കിയപ്പം ഒട്ടുമിക്ക സിനിമകളും ആശീർവാദാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആശീർവാദം എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരാണ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ കയറുമ്പം നമുക്ക് ഈ മറ്റുള്ള മൊബൈൽ നമ്പറുകളിലേക്ക് പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് തന്നെ 2-3 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഈ സെൽഫ് അക്കൗണ്ടിലേക്ക് തന്നെ നമ്മൾ വേറെ കാശുള്ള അക്കൗണ്ടിൽ നിന്ന് കാശില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറയുന്ന ഒരു പരിപാടി ഫോൺ പേയിലൊക്കെ കിടപ്പുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതായിരിക്കും പരിപാടി. കാര്യം ലാലേട്ടന് തന്നെ കുറേ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ള, അപ്പോൾ ഏതെങ്കിലും കാശുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ലാലേട്ടൻ ഈ സിനിമയുടെ പ്രതിഫലം വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് അദ്ദേഹം അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും കൂടുതൽ പൈസ കിടക്കുന്ന അധികം ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് അദ്ദേഹം പൈസ തിരിച്ചയക്കുന്നുണ്ടാവും. എനിക്കറിയില്ല. കാര്യം അല്ലാതെ ലാലേട്ടന് ഇത്രയും കോടികളൊക്കെ കൊടുക്കുന്ന നിർമ്മാതാവ് ആരാന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ്റെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പുറത്തുള്ള നിർമ്മാതാക്കൾ നിർമ്മിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. മമ്മൂക്കയുടെ കാര്യം ഇത് തന്നെ, അതിനകത്ത് സംശയമില്ല. മമ്മൂട്ടി കമ്പനി തന്നെയാണ് മമ്മൂക്കയുടെ കഴിഞ്ഞ കുറേ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം അതിനകത്തൊരു ബസുക്കയും ഒരു ഭ്രമയുവും മാത്രമേ ഉള്ളൂ പുറത്തുള്ള ഒരു നിർമ്മാതാവ് നിർമ്മിക്കുന്നത്. പക്ഷേ മമ്മൂക്ക ഈ കോടികൾ വാങ്ങിച്ച കഥയൊന്നും ഞാൻ കേൾക്കാറില്ല. മമ്മൂക്ക തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ യൂട്യൂബർക്ക് തന്നെ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഒരു സംശയം ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ പ്രതിഫലം ഇത്രയാണെന്ന് പറയുന്നത്. പിന്നെ മമ്മൂക്ക സിനിമകൾ എങ്ങനെ 8 കോടിക്കും 10 കോടിക്കും? അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, മമ്മൂട്ടി കമ്പനിയുടെ സിനിമ വേറെ, മറ്റൊരു പ്രൊഡ്യൂസർ നിർമ്മിക്കുന്ന സിനിമ വേറെ. ഇപ്പോൾ ബസുക്കയുടെയും ഭ്രമയുഗത്തിൻ്റെയും ബഡ്ജറ്റ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റോ കാതല് പോലെയോ നൻപകൽ നേരത്ത് മയക്കം പോലെയോ ഉണ്ടാവണമെന്നില്ല. കാര്യം വെച്ചാൽ ബസുക്കയും ഭ്രമയുഗവും മറ്റ് ചില നിർമ്മാതാക്കളാണ് നിർമ്മിച്ചത്, മമ്മൂട്ടി കമ്പനിയല്ല. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്ക് പ്രതിഫലമായിട്ട് അതിനകത്ത് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മറ്റൊരു നിർമ്മാതാവും മമ്മൂക്കയ്ക്ക് പ്രതിഫലം കൊടുത്തേ പറ്റൂ. പിന്നെ അദ്ദേഹം അതിനകത്തൊരു ഇത് പറയുന്നത് കേട്ട് മമ്മൂക്കയുടെ സിനിമയുടെ കളക്ഷനൊക്കെ കുറച്ച് പറയുന്നത് എന്നെ പോലുള്ള യൂട്യൂബർമാരാണ്. അതുകൊണ്ട് മമ്മൂക്കയെ ഒരു പരിപ്പുവട സ്റ്റാർ ആക്കുന്നത്, ഈ വാക്ക പറഞ്ഞ പരിപ്പുവട സ്റ്റാർ ആക്കുന്നത് എന്നെയൊക്കെ പോലുള്ള യൂട്യൂബേഴ്സാണ്. അതായത് വളരെ ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റിന് തീരുന്നതാണ് മമ്മൂക്കയുടെ സിനിമ. അത്രയൊക്കെ മമ്മൂക്കയ്ക്ക് ഒരു വിലയുള്ളെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ തന്നെ നിർമ്മിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഷിബു വി ജോൺ, ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ഷിബു വി ജോൺ, അദ്ദേഹത്തിൻ്റെ ഏതോ മോശം സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ച വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ, അത് നിർമ്മിച്ചപ്പം ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിനുണ്ടായ ഒരു നഷ്ടം, അല്ലെങ്കിൽ ലാലേട്ടനെ വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് സിനിമകൾ, ഇപ്പം ആന്റണി പെരുമ്പാവൂരും ലാലേട്ടനും തന്നെ നിർമ്മിക്കുന്ന ബറോസ് പോലുള്ള അങ്ങനെ കുറേ സിനിമകൾ നമ്മൾ എടുക്കുമ്പം അതൊക്കെ നിപ്പി പൊട്ടിച്ച ലാലേട്ടനെ ഇപ്പം ഇദ്ദേഹം മമ്മൂക്ക ഒരു പരിപ്പൂട സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഒരു പേരെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടർത്ഥം വരുന്ന ഏറ്റവും, അതായത് നമ്മൾ പറഞ്ഞ കണക്ക് കഴിക്കാനും കൊള്ളാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് പൊട്ടിക്കാനും ചില ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ കണക്ക് ഗുണ്ട് സ്റ്റാർ എന്ന് പറയുന്നതായിരിക്കും ശരിക്കും നല്ലത്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണ്ട് സ്റ്റാർ എന്നൊക്കെയുള്ള രീതിയിലാണ് ലാലേട്ടനെ ഇവരെ പോലുള്ള ആൾക്കാർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ കോടികളൊക്കെ ചിലവഴിച്ച് പൊട്ടിച്ചു കളയുന്നത്. പിന്നെ എനിക്കിതിനകത്ത് ചോദിക്കാനുള്ള അല്ലെങ്കിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ കുറച്ച് നാളിന് മുമ്പ് ആരോ ചോദിച്ചു, മമ്മൂക്ക വ്യത്യസ്തമായിട്ടുള്ള സിനിമകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്, ലാലേട്ടൻ എന്താ അത്തരത്തിലുള്ള ഒരു സിനിമകൾ എടുക്കാത്തതെന്ന്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകന്മാർ വന്നിട്ട് കഥ പറയുമ്പം എന്നെ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കഥകൾ പറയുന്നില്ല. ഇനി അഥവാ അത് അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ തന്നെയും ഒരു പ്രൊഡ്യൂസറെ, അതായത് ഒരു പുതിയ പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ച് ആ പ്രൊഡ്യൂസർക്ക് ആ സിനിമ കൊടുക്കുമ്പം ഏതെങ്കിലും തരത്തിൽ ആ സിനിമ പരാജയപ്പെട്ടാൽ ആ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുന്ന നഷ്ടം, അതായത് ഞാൻ പറഞ്ഞത് ഒരു പരീക്ഷണ സിനിമയൊക്കെ എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ചോദ്യം, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ലാലേട്ടന് അല്ലെങ്കിൽ ഈ ആന്റണി പെരുമ്പാവൂരിന് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, ആശീർവാദ്. ലാലേട്ടനെയും അല്ലെങ്കിൽ പ്രണവിനെയൊക്കെ നായകനാക്കിയിട്ട് അവർ സിനിമ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാലേട്ടൻ എന്തിനായിരിക്കും ഈ പരീക്ഷണ സിനിമകളുടെ കഥയും പറഞ്ഞു വരുന്ന സംവിധായകർക്ക് പുതിയ നിർമ്മാതാക്കളെ അന്വേഷിക്കുന്നത്? അല്ലെങ്കിൽ പുതിയ നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു നിർമ്മാതാക്കൾക്ക് അത് കൊടുക്കുമ്പം പടം പൊട്ടിപ്പോയാൽ നിർമ്മാതാവിന് നഷ്ടമുണ്ടാവുമെന്ന് ലാലേട്ടൻ എന്തിനാ ഭയക്കുന്നത്? മമ്മൂക്ക ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കുമ്പം മമ്മൂട്ടി കമ്പനികളല്ലേ നിർമ്മിക്കുന്നത്. അതായത് ആ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടം താൻ തന്നെ സഹിച്ചോളാം, പുറത്തൊരു നിർമ്മാതാവ് സഹിക്കണ്ട എന്ന് മമ്മൂക്ക വിചാരിക്കുന്നു. അതുകൊണ്ട് മമ്മൂക്ക പുതിയ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കുമ്പം ഇപ്പം റോബി വർഗീസ് രാജിനെ പോലുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് എടുക്കുമ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഡിനോ ഡെനീസ് മാത്രം പുറത്തുനിന്നുള്ള ഒരാളാണ്, അങ്ങനെയുള്ള നമ്മൾ കുറേ ഡയറക്ടേഴ്സിനെ ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് മമ്മൂക്കയുടെ ഒട്ടുമിക്ക സിനിമകളും ഈ പുതുമുഖ ഡയറക്ടേഴ്സിന് മമ്മൂക്ക കൊടുക്കുന്ന സമയത്ത്
ഞാൻ പറഞ്ഞാണ് ആ റിസ്ക് മമ്മൂക്ക ഏറ്റെടുക്കുന്നത്. ലാലേട്ടൻ എന്തായിരിക്കും അത്തരത്തിലുള്ളൊരു റിസ്ക് എടുക്കാതെ അദ്ദേഹം സ്വന്തമായിട്ടൊരു നിർമ്മാണ കമ്പനി വരെ ഉണ്ടായിട്ടും പുറത്തുള്ള പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്യൂബേഴ്സും ഈ ലാലേട്ടൻ്റെ ഫാൻസും ഒക്കെ കൊട്ടി ആഘോഷിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ എൽ ബ്രാൻഡ് എന്നും വേറെ ഏതാണ്ട് ഇതൊക്കെ പറയുന്ന കണക്ക് ലാലേട്ടന് സ്വന്തം സ്റ്റാർ വാല്യൂവിൽ വിശ്വാസമില്ലയോ? ആന്റണി പെരുമ്പാവൂരിന് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറിന് വിശ്വാസമില്ലയോ? കാര്യം ഞാൻ ചോദിക്കുന്ന നടക്കുക. കാര്യം അങ്ങനെ ഒരു സിനിമ നഷ്ടം വന്നാൽ നിർമ്മാതാവിനുണ്ട നഷ്ടമാണ്. അപ്പോൾ ആ നഷ്ടം സ്വന്തമായിട്ട് ലാലേട്ടൻ ഏറ്റെടുക്കാത്ത എന്താണ് ആ റിസ്ക് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ലാലേട്ടൻ ഏറ്റെടുത്താൽ ഇനി അഥവാ ആ സിനിമ പരാജയപ്പെട്ടാലും, ഈ ലാലേട്ടൻ്റെ സിനിമയല്ലേ പരാജയപ്പെടുന്നത്, അതിൻ്റെ ഒരു നഷ്ടം ലാലേട്ടൻ സഹിച്ചാൽ പോരെ? അപ്പോഴും ഒരു നല്ല കഥാപാത്രം ലാലേട്ടന് ചെയ്യാമല്ലോ. ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന കണക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല കഥാപാത്രം നമുക്ക് ലാലേട്ടന് ചെയ്യാമല്ലോ. അപ്പം എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്ന കൂടെ നടക്കുന്ന ആന്റണി പെരുമ്പാവൂരിന് പോലും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു നടൻ്റെ സ്റ്റാർ വാല്യൂവിൽ വിശ്വാസമില്ല. അല്ലെങ്കിൽ ലാലേട്ടന് സ്വന്തമായിട്ട് പോലും തന്നിൽ വിശ്വാസമില്ല. കാര്യം തൻ്റെ പടം പൊട്ടിപ്പോകുമെന്ന് അദ്ദേഹം ഭയക്കുന്നു. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിനും ലാലേട്ടനും വിശ്വാസം ആരെയാണ് വിശ്വാസം? ലാലേട്ടനെ അല്ല അവർക്ക് രണ്ടുപേർക്കും വിശ്വാസം. അവർക്ക് വിശ്വാസം ഈ കഴിവും പ്രാപ്തിയുള്ള ഡയറക്ടേഴ്സിനെയാണ്. കാര്യം അത്തരത്തിലുള്ള ഡയറക്ടേഴ്സ് മുന്നോട്ട് വരുമ്പം ആശീർവാദിൻ്റെ ബാനറുകളിൽ സിനിമകൾ എടുക്കുമ്പം ഈ പറഞ്ഞ കണക്ക് സിനിമ പരാജയപ്പെടത്തില്ല എന്ന് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇനി അഥവാ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാം ചരിയാം മറിയാം എന്നുള്ള രീതിയിൽ ഒരു റിസ്ക് എടുത്ത് സിനിമ ചെയ്യുന്ന അത്രയും വിശ്വാസം പോലും ലാലേട്ടൻ എന്ന് പറയുന്ന സ്റ്റാറിന് അദ്ദേഹത്തിനെക്കുറിച്ചും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സഹയാത്രികനോ സുഹൃത്തോ മാനേജർ എന്ന് പറയുന്ന വ്യക്തിക്കും ലാലേട്ടനില്ല. കാര്യം അവർക്ക് പുതുമുഖ ഡയറക്ടേഴ്സിനെയും ഭയമാണ്, ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടറെയും ഭയമാണ്. കാര്യം ഈ പടം പൊട്ടിപ്പോകുന്നുള്ള ഇത്. അപ്പം ലാലേട്ടൻ പോലും അംഗീകരിക്കാത്ത ലാലേട്ടൻ്റെ സ്റ്റാർ വാല്യൂ, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ പോലും അംഗീകരിക്കാത്ത ലാലേട്ടൻ്റെ സ്റ്റാർ വാല്യൂ ഉണ്ട് എന്ന് ചില ലാലേട്ടൻ ഫാൻസുകാർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലാലേട്ടൻ്റെ പ്രതിഫലം എനിക്ക് തോന്നുന്നത് ഈ വലിയ രീതിയിലൊക്കെ പണ്ട് ഡാൻസർ തമ്പിയോ മറ്റോ പറഞ്ഞ കണക്ക് ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് ലാലേട്ടനെ ഒന്ന് ബ്രാൻഡ് ചെയ്തൊരു വലിയ എൽ ബ്രാൻഡാക്കി ഒന്ന് മാറ്റിയെന്നുള്ള രീതിയിലൊക്കെ എവിടെയോ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇല്ലാത്ത കോടികൾ ലാലേട്ടന് കൊടുക്കും എന്ന് പറയുമ്പം ഈ പുറത്തുനിന്നൊക്കെ വരുന്നുള്ള പ്രൊഡ്യൂസേഴ്സ്, ഇപ്പോൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ലാലേട്ടനെ വിളിച്ചുകൊണ്ട് പോയി ഈ വിജയുടെ കൂടെയും ജൂനിയർ NTRൻ്റെ കൂടെയും സൂര്യയുടെ കൂടെയും നാളെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പം അവർക്ക് പുറത്തുനിന്ന് വരുന്ന അവർക്കറിയില്ലല്ലോ. അവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവത്തില്ല ഈ ലാലേട്ടൻ്റെ സിനിമകളെല്ലാം നിർമ്മിക്കുന്നത് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും കൂടെ ആണെന്നൊന്നും. അവർ ഈ പത്രങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഈ മാഗസിൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സിനിമ സംബന്ധമായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കണക്ക് ലാലേട്ടൻ്റെ പ്രതിഫലം ഇത്രയാണ്, ഇത്രയും കോടിയാണ് എന്നൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അവർ വരുന്നത്. അപ്പം അവരെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ കയ്യിൽ നിന്ന് ഒരു വലിയ തുക വാങ്ങിച്ചുകൊണ്ട് അന്യഭാഷകളിൽ പോയി അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ കോടികൾ പറയുന്നത്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞ്, ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിനകത്താണ് എനിക്ക് സംശയം. അതായത് പുതുമുഖ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കാത്തത് പടം പരാജയപ്പെടും എന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് മറ്റ് പ്രൊഡ്യൂസേഴ്സിന് ബാധ്യത ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ സ്വന്തമായിട്ടുള്ള നിർമ്മാണ കമ്പനി അത് ഒരു പുതുമുഖ ഡയറക്ടർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ ലാലേട്ടൻ തയ്യാറല്ല. അതിന് കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെ വിശ്വാസമില്ല. ആന്റണി പെരുമ്പാവൂരിന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു എൽ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അതിനു മുകളിൽ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന ഒരാളെ വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ലാലേട്ടൻ ആ വർത്തമാനം പറയാതെ പുതുമുഖ ഡയറക്ടേഴ്സിന് ആശീർവാദിൻ്റെ ബാനറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കാൻ കൊടുക്കണം. അതിന് മറ്റൊരു പ്രൊഡ്യൂസറെയും ലാലേട്ടൻ അന്വേഷിക്കേണ്ട. അത് നാണക്കേടാണ്. അത് ഞാൻ ഈ പോയിന്റ് ചൂണ്ടിക്കാണിക്കുമ്പം ഈ പോയിന്റ് ചൂണ്ടിക്കാണിക്കാതെ ഇത് മനസ്സിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തിനാണ് അദ്ദേഹം മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനെ അന്വേഷിക്കുന്നത്? ഇദ്ദേഹത്തിന് നിർമ്മാണ കമ്പനി ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. ആശീർവാദം എന്ന് പറഞ്ഞൊരു നിർമ്മാണ കമ്പനി ഉണ്ടല്ലോ. അതിനകത്ത് ആകെ നായകനാക്കുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ലാലേട്ടനെ വിശ്വസിക്കാൻ ആന്റണിയുടെ അടുത്തൊന്ന് പറ. നിങ്ങൾ യൂട്യൂബേഴ്സും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സും നിങ്ങൾ ലാലേട്ടൻ്റെ കടുത്ത ആരാധകരുമായിട്ടുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ആന്റണി പെരുമ്പാവൂരിനോടൊന്ന് പറയണം, ഒന്ന് വിശ്വസിക്കുക ലാലേട്ടനെ. ഡയറക്ടർ പുതുമുഖമോ പഴയ മുഖമോ ആരോ ആയിക്കോട്ടെ, ആശീർവാദ് ഒരു പടം ധൈര്യമായിട്ട് അങ്ങ് നിർമ്മിക്കുന്നു. ലാലേട്ടൻ എന്ന് പറയുന്ന നിങ്ങളുടെ എൽ ബ്രാൻഡും നിങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റാറും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നമ്പർ 1 സ്റ്റാർ വാല്യൂ ഉള്ള ആളാണെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പോൾ പിന്നെ അദ്ദേഹം നായകനാക്കി പടങ്ങൾ നിർമ്മിക്കട്ടെന്ന് പുതുമുഖ ഡയറക്ടേഴ്സിനെ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് ലാലേട്ടനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയാനോ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല. പിന്നെ ഇങ്ങനെ കാണുമ്പം അത് അപ്പോൾ ആരെങ്കിലും ചൂണ്ടിക്കാണി, ഇനിയിപ്പം അദ്ദേഹം ഇതിനകത്തൊരു വീഡിയോ ചെയ്താൽ
ഞാനത് നോക്കിയിരിക്കത്തില്ല. ഇതുപോലെ ആരെങ്കിലും അന്നേരം ഒന്ന് പറഞ്ഞാൽ, ഇനി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാം. താങ്ക്